അങ്ങനെ നമ്മുടെ പൊതിച്ചോറിൽ ഇന്ന് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. അങ്ങനെ നല്ല കുത്തിരി ചോറിട്ട് കൊടുക്കുക. ഇന്ന് ഒത്തിരി കറിയൊന്നും ഉണ്ടായില്ല, പെട്ടെന്നൊരു പൊതിച്ചോറുണ്ടാക്കലായിരുന്നു. അപ്പം നല്ല കുഞ്ഞുമണിയും കുത്തിരി ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ, നെല്ലിക്ക ഉപ്പിലിട്ടത്, മുളക്, നാടൻ കോഴിമുട്ട വറുത്തത്, മാങ്ങയും ഇഞ്ചിയും കറിവേപ്പിലയും കാന്താരിമുളകൊക്കെ പഴുത്ത് വേനൽക്കാലമല്ലേ, അങ്ങനെ ഒരു മാങ്ങാ ചമ്മന്തി, പിന്നെ നല്ല ചക്കക്കുരുത്തോരൻ. ചക്കക്കുരു ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് തോരൻ വയ്ക്കൂലേ, അങ്ങനെ ചക്കക്കുരുത്തോരൻ. അപ്പോൾ ഇന്ന് നമ്മുടെ പൊതിച്ചോറിൽ പിന്നെ 2 ഉണക്കമീൻ വറുത്തതുണ്ട് കേട്ടോ. കുട്ടൻ മീനാണ്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിൽ ഇന്ന് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഉണക്കക്കുട്ടൻ മീൻ വറുത്തത്, ചക്കക്കുരുത്തോരൻ, മാങ്ങാ ചമ്മന്തി, നെല്ലിക്കയും മുളക് ഉപ്പിലിട്ടത്, നാടൻ കോഴിമുട്ട വറുത്തത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുടിക്കുന്നവർ എന്തിനാണ് കുടിക്കുന്നത്? ഒരു മൂഡ് കിട്ടാനല്ലേ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറാനായിട്ടാണ് മദ്യപാനം എന്ന ഐഡിയ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറയാനും, ബോധത്തിലിരിക്കുമ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് അസലായിട്ടൊന്ന് വിളിച്ചു പോകാമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്, ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മദ്യപിക്കുന്നത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നട്ടല്ല അതായത് കുടിക്കാത്തപ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കുടിച്ചു കഴിഞ്ഞ് പറയാനായിട്ട് നട്ടലില്ലാത്ത ആണുങ്ങൾ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണത്. ഭാര്യയെ ഉപദ്രവിക്കുക, മക്കളെ ഉപദ്രവിക്കുക, കുടുംബത്തിലിരിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയുക, അയൽവക്കംകാർക്ക് കിടക്കാണ്ടിരിക്കുക, തെറിയുടെ അഭിഷേകം. എന്താ അപ്പം അതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ മദ്യപിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സത്യം പറയണം കേട്ടോ. ഒന്ന് കമൻ്റ് ഇട്ടാലും മതി, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്താണെന്നറിയാമോ, നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ കുടിക്കണത്. കാശ് എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ അട്ടിയൊന്നും ഇരിപ്പൊന്നുമില്ലല്ലോ. നമ്മൾ പണിയെടുക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു സംഭവമല്ലേ. അതുകൊണ്ട് കുടിച്ചിട്ട് കുടുംബത്തിലിരിക്കുന്നവരെ ഉറക്കാൻ വിടാണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാതെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത് അവനവൻ്റെ ഇഷ്ടം. പ്രായപൂർത്തിയൊരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലാകരുത്, കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാകരുത്. കാരണം കുടുംബത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളൊക്കെ പണിയെടുത്ത്, കൂലിപ്പണിക്ക് പോകുന്നവരുടെ വീട്ടിൽ മിക്കവാറും സംഭവിക്കുക, പണിയെടുത്തിട്ട് വന്നിട്ടൊന്ന് കിടന്നുറങ്ങാൻ, കയ്യും കാലും വേദനിച്ചിട്ടൊന്ന് കിടന്നുറങ്ങാൻ നോക്കുമ്പോഴായിരിക്കും അടുത്തത് വരുന്നത്. അതുകൊണ്ട് ദയവായി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതൽ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയുക കേട്ടോ. പിന്നെ ഇത് കാണുമ്പം നെഞ്ചു പൊട്ടും പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ദയവായി കുടിക്കുമ്പോൾ അത് അവനവൻ്റെ റൂമിനുള്ളിൽ അവനവൻ്റെ വീട്ടിൽ വേറൊരാൾ അറിയാതെ സേഫായിട്ട് ചെയ്യുക. മറ്റൊരാൾക്ക് ദയവായി ആരും ഉപദ്രവിക്കരുത്. ആ കണ്ണ് നിറയുന്ന വേദന അനുഭവിച്ച ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പറയുക.